ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദ്വീപ് രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള മാലിദ്വീപിൽ ജോലി ചെയ്യാൻ ഇപ്പൊ നിറയെ അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനാണ് ഇപ്പൊ അവസരം വന്നിട്ടുള്ളത്. ഏതൊക്കെ വേക്കൻസികളാണ് പറയുകയാണെങ്കിൽ നഴ്സസിന്, ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, അതുപോലെ തന്നെ സൈക്കോ തെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, അനസ്തീഷ്യ ടെക്നോളജിസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോ ടെക്നീഷ്യൻ. സോ ഇതിനൊക്കെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. സോ ഈ ഒരു രജിസ്റ്റേർഡ് നഴ്സിനൊക്കെ നല്ല നല്ല ചാൻസസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ആദ്യം ഒരു പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ആദ്യം നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നിട്ട് മാത്രം ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ പേയ്മെന്റ് നിങ്ങൾ ചെയ്താൽ മതി. അത് ഫുൾ എമൗണ്ട് അല്ല, കുറച്ച് പേയ്മെന്റ് നിങ്ങൾ ചെയ്താൽ മതി. ദെൻ വിസ വന്ന ശേഷം മാത്രം നിങ്ങൾ ഫുൾ പേയ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ, അതെന്തായാലും നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ ഒരു ജോബുകൾ അവിടെ ആക്കി കൊടുക്കുന്ന കാര്യങ്ങളും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഈ ഒരു അവസരങ്ങൾ ഒരുക്കിയിട്ടുള്ളത് RN Connect ആണ്. നമ്മൾ ആൾറെഡി ഒരുപാട് വീഡിയോസ് ഈ ഒരു RN Connectന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൺട്രീസിലേക്ക് ഇവര് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മാൽദീവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഈ ഒരു നീലക്കടലും അതുപോലെ തന്നെ ആഡംബര റിസോർട്ടുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമുക്ക് അവിടെ ഒരു കരിയർ, അവിടെ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ എങ്ങനെയാണ് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പോണ വർക്കേഴ്സിന് നല്ല സാലറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രജിസ്റ്റേർഡ് നഴ്സസിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരു 1 ലക്ഷം to 1.5 ലക്ഷം ഇതിനുള്ള ഒരു സാലറി നിങ്ങൾക്ക് നേടാൻ പറ്റും. പിന്നെ നമുക്കറിയാം ഈ ഒരു മാൽഡീവ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു ഐലാൻഡ് തന്നെയാണ്. സോ നമ്മളൊരു യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോണ പോലെ ഒരുപാട് ടൈം ലെങ്തോ അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്സോ ഒന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്തിച്ചേരാനും പറ്റും. സോ നമ്മൾ പറഞ്ഞ ഇത്രയും വാക്കൻസികൾ ഉണ്ട്. സോ എന്തായാലും നമുക്കൊരു രജിസ്റ്റേർഡ് നഴ്സിന് ഇനി എങ്ങനെയാണ് മാൽഡീവ്സിലേക്ക് പോകാൻ പറ്റുക എന്നുള്ളതും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. സോ നിങ്ങൾ എന്തായാലും ഒരു ഹെൽപ്പ് മാത്രം ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ എന്തായാലും ഒരു രജിസ്റ്റേർഡ് നഴ്സിന് അവിടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കി നോക്കാം. ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് അക്കോമഡേഷൻ അലവൻസ്, അതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫുഡിന്റെ അലവൻസ്, പിന്നെ ഓവർ ടൈം ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് OT ചെയ്യാൻ പറ്റും. സോ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആൻഡ് പ്രൊഫഷണൽ വർക്കിംഗ് എൻവയോൺമെന്റ്, ലോങ് ടേം കരിയർ ഗ്രോത്ത്, വർക്ക് വിസ സപ്പോർട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഐലാൻഡ് നേഷൻസ്. സോ ഇത്രയും ബെനിഫിറ്റ്സ് ഒരു രജിസ്റ്റേർഡ് നഴ്സിന് അവിടെ പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെ പോണ ഒരു രജിസ്റ്റേർഡ് നഴ്സിന് കിട്ടുന്ന സാലറി എങ്ങനെ നോക്കി നോക്കാം. ഓക്കെ, ബേസിക് സാലറി ആയിട്ട് പറയുന്നത് 9,060 മാൽഡീവിയൻ റൂഫിയ, അതാണ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. അതാണ് ബേസിക് സാലറി പറയുന്നത്. സോ ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണി നോക്കുമ്പോൾ ഒരു 55,000 സംതിങ് രൂപയാണ് വരുന്നത്. ദെൻ ഇത് കൂടാതെ നിങ്ങൾക്ക് പിന്നെ സർവീസ് അലവൻസ് ആയിട്ട് 180 MVR പെർ ഡേ വെച്ച് കിട്ടും. അതുപോലെ തന്നെ ഫുഡ് അലവൻസ് ഒരു 1,800 പെർ വെച്ചിട്ട് കിട്ടും. അതുപോലെ തന്നെ അക്കോമഡേഷൻ അലവൻസ് ആയിട്ട് ഒരു 3,000 വേറെ കിട്ടും. ആവറേജ് ഒരു OT എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3,500 ആവറേജ് വെച്ച് കിട്ടും. സോ ഇങ്ങനെ നിങ്ങൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 17,360 മാൽഡീവിയൻ റൂഫിയ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ എന്നും കിട്ടുന്ന സർവീസ് അലവൻസ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. സോ ഡെയിലി കിട്ടുന്ന ഈ ഒരു സർവീസ് അലവൻസും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1 lakh to 1.5 ലക്ഷത്തിന്റെ ഉള്ളിൽ നമുക്കൊരു സാലറി കിട്ടും. ഇനി ഇങ്ങനെ ജോലിക്ക് പോണ ഒരു നഴ്സിന്, ഒരു രജിസ്റ്റേർഡ് നഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ ഇവർക്ക് റിക്വയർഡ് ആയിട്ട് വേണം എന്നുള്ളതൊക്കെ നോക്കി വെക്കാം. അതായത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് വേണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 2 years എക്സ്പീരിയൻസ് വേണം, അതൊക്കെ നിർബന്ധമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ IELTS അല്ലെങ്കിൽ OET വേണം. ഇപ്പോൾ IELTS ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓവറാൾ ഒരു 5.5 വേണം. ഒരു 5.5 നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ബാൻഡിനൊന്നും ബിലോ 5 ഒന്നും പോരുത്. ഓക്കെ, പിന്നെ OET ആണ് നിങ്ങളടുത്ത് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു C ഗ്രേഡ് അല്ലെങ്കിൽ അബോവ്, നമുക്കൊരു മാക്സിമം ഒരു C ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു IELTS ആണെന്നുണ്ടെങ്കിലും OET ആണെന്നുണ്ടെങ്കിലും അതിനൊരു മിനിമം ഒരു 3 months എങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ശേഷം ഒരു 3 months എങ്കിലും, അറ്റ്ലീസ്റ്റ് 3 months എങ്കിലും വാലിഡിറ്റി ഉള്ളതായിരിക്കണം അത്. സോ ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്പീരിയൻസ് വേണോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണം. അതായത് മിനിമം 2 years എക്സ്പീരിയൻസ് ആഫ്റ്റർ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റ് 2 years ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം, എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി 150 ബെഡഡ് ഹോസ്പിറ്റലിലുള്ളതായിരിക്കണം. അങ്ങനെയൊക്കെ നിർബന്ധമുണ്ട്. ഒരു 150 ബെഡുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആവണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ അത് കാണിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. കാരണം ആ ഒരു സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് നമ്മൾ മസ്റ്റ് ആയിട്ട് കാണിക്കേണ്ടി വരും. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിന്റെ പേരും ആ ഒരു ബെഡിന്റെ കപ്പാസിറ്റി അതൊക്കെ നമ്മൾ കാണിക്കണം. ഓക്കെ, സോ നഴ്സസിന്റെ കാര്യമാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഇനി ഇവർക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം.
അതായത് അപ്ഡേറ്റഡ് റെസ്യൂമെ വേണ്ടി വരും, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ് വേണ്ടി വരും, അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ് വേണ്ടി വരും, പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് വേണം, വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു IELTS അല്ലെങ്കിൽ OETൻ്റെ സ്കോർ ഷീറ്റ് വേണ്ടി വരും, സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC വേണം, പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ്, ജോബ് അപ്ലിക്കേഷൻ ഫോം, പ്രീ രജിസ്ട്രേഷൻ ഫോം, ഇതൊക്കെയാണ് വേണ്ടത്. ഓക്കെ, സോ ഇനി ഇതിൻ്റെ പ്രോസസ്സ്, ഈ ഒരു നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം CV സബ്മിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇൻ്റർവ്യൂവിന് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ സെലക്റ്റഡ് ആയോ അതോ റിജക്റ്റ് ആയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ദെൻ നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ പ്രീ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. സോ ദ മാൽഡീവ്സ് നഴ്സിംഗ് കൗൺസിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഒരു പ്രീ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ നിങ്ങളുടെ അപ്രൂവ് ആയ ശേഷം പിന്നെ ഈ ഒരു എംപ്ലോയർ ഒഫീഷ്യൽ ഓഫർ ലെറ്റർ തരും. സോ ഈ ഒരു ഓഫർ ലെറ്റർ വന്ന ശേഷം പിന്നെ നമ്മൾ സൈൻ ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. സോ നമുക്ക് ഈ ഒരു ഓഫർ ലെറ്റർ വന്ന ശേഷം പിന്നെ നമ്മളുടെ വിസ പ്രോസസ്സിൻ്റെ കാര്യങ്ങളാണ് ചെയ്തു തരിക. അതായത് വിത്തിൻ 10 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വിസ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ദെൻ പിന്നെ നമ്മൾ ഈ ഒരു മാൽഡീവ്സിലേക്ക് എത്തിയ ശേഷം പിന്നെ നമ്മളുടെ വർക്ക് പെർമിറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. സോ ദെൻ നമ്മൾ പിന്നെ ഈ ഒരു മാൽഡീവ്സിലേക്ക് എത്തിയ ശേഷം പിന്നെ നമ്മൾ ഈ ഒരു നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ ഒരു എക്സാമിനേഷൻ ഉണ്ടാവും. ബട്ട് അത് നിങ്ങൾ പോകുമ്പോൾ തന്നെ ചെയ്യൊന്നും വേണ്ട, ഒരു വിത്തിൻ 6 മന്ത്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത് ചെയ്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് നഴ്സുമാർക്ക് പോകാൻ പറ്റുക, ആർക്കൊക്കെയാണ് പോകാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസ് വരുന്നത്. സോ ഇങ്ങനെ നഴ്സസിന് പോകാൻ പറ്റുന്നതിൻ്റെ ഒരു ഡെഡ് ലൈൻ പറയുന്നത് ഈ മാസം 11-നാണ്, ജൂൺ 11-നാണ്. സോ നിങ്ങൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഇങ്ങനെ പോണ ഡോക്ടേഴ്സിനും എക്സാം ഉണ്ട് കേട്ടോ. ബട്ട് അവർക്ക് 1 ഇയർ വരെ ടൈം ഉണ്ട്. അതായത് ഈ ഒരു BDSനോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനോ ഒന്നും ഈ ഒരു എക്സാം ഉണ്ടാവില്ല. MBBS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സാം ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഇനിയുള്ള ബാക്കിയുള്ള ജോബിൻ്റെ എത്ര സാലറി വിളിക്കേണ്ട, എക്സ്പീരിയൻസ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഇതാണിത്. നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ രജിസ്റ്റേർഡ് നേഴ്സിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷത്തിന് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം, ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇനി സൈക്കോതെറാപ്പിസ്റ്റിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. 2 ഇയേഴ്സ് എക്സ്പീരിയൻസ്, ബാച്ചിലേഴ്സ് ഡിഗ്രി, അതുപോലെ തന്നെ പ്ലസ് IELTS അല്ലെങ്കിൽ OET വേണം. സ്പീച്ച് ആൻഡ് ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1,39,000 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടാവണം, ബാച്ചിലേഴ്സ് ഡിഗ്രി പ്ലസ് IELTS ഓർ OET. അതുപോലെ തന്നെ ഇനി ഈ ഒരു അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ്, അതുപോലെ തന്നെ ഓർത്തോ ടെക്നീഷ്യൻസിനെ കാണുന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 1 ലക്ഷം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. 2 ഇയേഴ്സ് എക്സ്പീരിയൻസ്, ലാബ് ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിലും 1 ലക്ഷത്തോളം ഏൺ ചെയ്യാൻ പറ്റും. 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ റേഡിയോഗ്രാഫറിനാണെന്നുണ്ടെങ്കിലും 2 ഇയേഴ്സ് എക്സ്പീരിയൻസ്, 1 ലക്ഷത്തോളം ഏൺ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇനി ഏത് ജോബ് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സോ ഈ ഒരു RN കണക്ട് ആണ് നമുക്കിപ്പോൾ ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും വരെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുവഴി പോയാലും നിങ്ങൾക്ക് വരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ ഓരോന്നിൻ്റെയും ഡെഡ് ലൈൻ എന്ന് പറയുന്നത് പല ടൈമിലായിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു രജിസ്റ്റേർഡ് നഴ്സിൻ്റെ വരുന്നത് നമ്മളുടെ ഈ ഒരു 11-ാം തീയതിയാണ്, ജൂൺ 11-നാണ്. അതിനു മുമ്പ് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക, ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ശ്യാം and this is Wayfarer Insights, and the channel won't disappoint you, and thanks for watching.